മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അവർക്ക് ചില നസീഹത്തുകൾ നൽകുമായിരുന്നു, ചില ഉറുദികൾ, വഅദ്. അവിടെ ദിക്ർ ചൊല്ലും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു, സുമ്മ ഖുൽനാ ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ, ഇശാ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജലസ്നാ ഫഖറജ അലൈനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. മഗ്രിബ് കഴിഞ്ഞ് ഒരൽപ്പം സദുപദേശങ്ങളെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. തിരിച്ച് ഇശാഇൻ്റെ നേരം പള്ളിയിലേക്ക് വന്നപ്പോൾ സ്വഹാബിമാർ വലിയൊരു സംഘം അൽ മസ്ജിദുൻ നബവി, പുണ്യനബിയുടെ അൽ മസ്ജിദുൻ നബവിയിൽ അവരിയ്ക്കുകയാണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാസിൽതും ഹാഹുനാ, അബൂ മൂസ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഖുൽനാ യാ റസൂലല്ലാഹി സ്വല്ലൈനാ മഅകൽ മഗ്രിബ്, അതേ നബിയെ ഞങ്ങൾ അങ്ങയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇശാ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, അങ്ങയുടെ കൂടെ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ നല്ലതാണ് ചെയ്തത്. അങ്ങനെ ഫറഫഅ റഅസഹു ഇലസ്സമാ, പുണ്യനബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഫകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, ഹബീബായ നബി ഞങ്ങൾ ഒരുപാട് സമയം പലപ്പോഴും പുണ്യനബി ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നത് സ്വഹാബിമാർ കാണുന്നുണ്ട്. തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു, പ്രത്യേകിച്ച് രാത്രി സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അന്നുജൂമു അമനതുൽ ലിസ്സമാ, ആകാശലോകത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്തെ നക്ഷത്രങ്ങളുണ്ട്. അന്നുജൂമു അമനതുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തത്, ആകാശത്തെ നക്ഷത്രങ്ങളെങ്ങാനും ഉതിർന്നു വീണാൽ ആകാശം എല്ലാം തകർന്നടിയും, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ, ഖിയാമത്ത് നടന്നില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആകാശത്തിൻ്റെ സംരക്ഷണം നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനങ്ങളിലുണ്ട് എന്ന് മഹാനായ ഇമാം നബവി തങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മാസിൽതും ഹാഹുനാ, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ച്, അഹ്സൻതും, നിങ്ങൾ ചെയ്തത് നന്നായി. ഒരു ഇൻതിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു ഇബാദത്താണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ ദുഹർ അസറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്രിബ് ഇശാ, മഗ്രിബ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിർദുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇശാ വരെ. ദാലികുമുർ റിബാത്ത്, ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ, ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്തു എന്ന് പറയും. അത് ഭയങ്കര കൂലിയാണ്. അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക, അടുത്ത ബാങ്ക് കൊടുക്കുന്നവരെ. പ്രത്യേകിച്ച് ദുഹർ അസർ മഗ്രിബ് ഇശാ, അതായിരിക്കും അതിന് സൗകര്യം കൂടുതൽ. കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത്, അല്ലേ? റിബാത്ത് ഭയങ്കര കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അന്നുജൂമു അമനതുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്. നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. നക്ഷത്രങ്ങളെങ്ങാനും മൺമറഞ്ഞു പോയാൽ, കാണാതെയായി പോയാൽ, നശിച്ചു പോയാൽ ആകാശലോകങ്ങൾക്ക് എന്താണോ കരാറു ചെയ്യപ്പെട്ടത് അത് സംഭവിക്കും, ഖിയാമത്ത് സംഭവിക്കും. വഅന അമനതുൽ ലിഅസ്ഹാബി, എൻ്റെ സ്വഹാബിമാർക്ക് അഭയമാണ് ഞാൻ. അത് ഹബീബിൻ്റെ അധികാരമാണ്, തങ്ങൾക്കത് പറയാൻ പറ്റും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സ്വഹാബിമാർക്ക് അഭിമാനവും അവർക്ക് അവരുടെ അമാനത്തും അമാനും സംരക്ഷണവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എൻ്റെ സ്വഹാബിമാർക്ക് ഞാൻ അഭയമാണ്. വഅന അമനതുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ.
ഞാനെങ്ങാനും വഫാത്തായി പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് എന്താണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അത് വരിക തന്നെ ചെയ്യും. അതായത് ഒരുപാട് ആളുകൾ മുർത്തദ്ദാകുന്നത്, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് ഫിത്നകൾ ഒക്കെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷമാണ് ഉണ്ടായത്. ഉമ്മത്തിൻ്റെ വലിയൊരു അഭയമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഉമ്മത്തിന് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചൊരു മതിലായിരുന്നു. ആ മതിൽ പൊളിഞ്ഞാൽ ഫിത്നകൾ സംഭവിക്കുന്നു. ശരിക്കും ഉമർ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഖിലാഫത്തു റാഷിദിയുടെ കാലഘട്ടത്തിൽ വരെ ഖവാരിജുകളും മറ്റുമായി ഒരുപാട് ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പെന്നല്ല, അവരുടെ വരവുണ്ടായത്, ഫിത്നകളുണ്ടായത്. തങ്ങൾ പറയാം, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ അഭയമാണ്. فإذا ذهبت أتى أصحابي ما يوعدون. ഞാൻ ഇവിടെ നിന്ന് പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരാനുണ്ട്. വസ്ഹാബി അമനതുൽ ഉമ്മത്തി. എൻ്റെ ഉമ്മച്ചികൾക്ക്, എൻ്റെ അനുയായികൾക്ക് അഭയമാണ് സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബിമാരെങ്ങാനും ഈ ഭൂമുഖത്ത് നിന്ന് ഓരോരുത്തരായി അവസാനത്തെ സ്വഹാബിയും ഈ ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞു പോയാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തികൾക്ക് വലിയ പ്രതിസന്ധികൾ അവരുടെ കാലശേഷം വരാനുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്ത ഹദീസാണിത്. സ്വഹാബിമാർ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ്. ഏതുപോലെ ഹബീബ് ഉമ്മത്തികൾക്ക് സംരക്ഷണമാണ്. നുജൂം, നക്ഷത്രങ്ങൾ ആകാശലോകത്തിന് സംരക്ഷണമായ പോലെ വഅന അമനതുൽ അസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഫിത്നകളും യുദ്ധങ്ങളും അവിടെ സംഭവിക്കും. വഅസ്ഹാബി അമനതുൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. അല്ലാത്ത വാക്കല്ലേ അത്. എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സ്വഹാബിമാർ. ആ വാക്ക് നോക്കൂ, എൻ്റെ സ്വഹാബിമാർ. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായിരിക്കെ ഹബീബിൻ്റെ കൂടെ നിന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് നിന്നാൽ മതി, പിന്നെ എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. ഒരു സെക്കൻഡ് ഹബീബിൻ്റെ മുമ്പിലെത്താൻ കാണണം നിർബന്ധമല്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്, തങ്ങൾക്ക് കാണൽ നിർബന്ധമല്ല, ഹബീബിൻ്റെ കൂടെയുണ്ടായിരിക്കണം. ആ സ്വഹാബിമാർ ഒരു നിമിഷം ഹബീബിനെ കാണുന്നതോടുകൂടെ അള്ളാഹു പരിശുദ്ധമായ ആ ഹബീബിൻ്റെ അദ്ദാത്തുശ്ശരീഫ, പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട നഫ്സിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം ഹബീബിൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവർക്ക് ഹബീബ് വിതറുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്വഹാബിമാർ അവർ ചെയ്തതിനേക്കാളും എത്ര വലിയ അമല് പിൻഗാമികൾ ചെയ്താലും, എൻ്റെ സ്വഹാബിമാരെക്കാൾ എത്രയോ വലിയ അമലുകൾ അവർക്ക് ശേഷം വരുന്നവർ ചെയ്താലും, എൻ്റെ സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അത് എത്തുകയില്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെ പറയാൻ കാരണം അതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തുമുണ്ട്, അങ്ങനെ മഹാൻ്റെ അഥറുണ്ട്. സ്വഹാബിമാരെക്കാളും എത്രയോ ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. എന്നാൽ താബിഈങ്ങളെ, ഉഹദ് മലയോളം വരുന്ന അമല് നിങ്ങൾ ചെയ്താലും സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അതെത്തുകയില്ല. കാരണം സ്വഹാബിമാർക്ക് നബിതങ്ങളിൽ നിന്ന് കിട്ടിയ നൂറ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നൂറ്, ഹബീബായ നബിതങ്ങളുടെ കൂടെ നിൽക്കാൻ റബ്ബ് കടഞ്ഞെടുത്തവർ, അവരെ പോലോത്തവർ ചരിത്രത്തിൽ മുമ്പ് വന്നിട്ടില്ല. അവരെ പോലോത്തവർ ഇനി ചരിത്രത്തിൽ വരികയുമില്ല. അവരാണ് അസ്ഹാബു റസൂലില്ലാഹി ഹവാരിയു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. സുജൂദ് കൊണ്ട് പ്രകാശം കിട്ടിയവർ, ഹബീബിൻ്റെ കൂടെ നിന്ന് ഹബീബിന് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നവർ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. സ്വഹാബികളെ നോക്കി അല്ലാഹു പറയുന്ന വചനങ്ങളാണിത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ അനുയായികളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. അവർ മധ്യമ സമുദായമാണ്, മിതത്വമുള്ളവരാണ്. അവർ തീവ്ര ആളുകളല്ല, അവർ തീവ്രത കാണിക്കുന്നവരല്ല, അവർ മിതത്വവും പക്വതയും കാണിക്കുന്നവരാണ്. മോഡറേറ്റ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം, എക്സ്ട്രീമുകളല്ല. അത് വേണ്ട, അത് അപകടമാണ്. തീവ്രമായ നിലപാടുകൾ. സ്വഹാബിമാരെ കുറിച്ച് നബി തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നത് ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാഅ അലന്നാസ്. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നബി തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, അവരുടെ സമുദായത്തോട് അല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബിയെ അയച്ചിരുന്നില്ലേ, എൻ്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ അല്ലാഹു നിർണയിക്കുന്നത് ഹബീബായ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെയുമാണ്. ഖുർആൻ പറയുന്നു, നോക്കൂ, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ ഉദൂലാണ്, സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ്. അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന് ജർഹ് തഅദീലിന്റെ ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ്. ശുഹദാഉ അലന്നാസ് ലിതകൂനു ശുഹദാഅ അലന്നാസ്. അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലയോ, അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലേ. അതുകൊണ്ട് ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ ഹദീസ് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു, അവരാരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന സനദ്, റിപ്പോർട്ടർമാർ, അവരെ പരിശോധിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അതിനാണ് ഇൽമുൽ ജർഹ് വ തഅദീൽ എന്ന് പറയാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ മഹാന്മാരായ ഇമാമിങ്ങളാണ്. ഹാഫിദ് ഇബ്നു ഹജർ, അഹ്മദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. വേറെയും ഇമാമികൾ ഒരുപാട് അതിനുശേഷം കടന്നു വന്നു. അപ്പോൾ അവരൊക്കെ മുമ്പ് കഴിഞ്ഞു പോയവർ, ഇവരൊക്കെ സ്വഹാബിമാർ വരെ ഗവേഷണം നടത്തും. സ്വഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല. കാരണം ലിഅന്നല്ലാഹ അദലഹും, അവർ സത്യസന്ധരാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്, മുഴുവനും സത്യസന്ധരാണ്. അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അവരാണ് സ്വഹാബിമാർ. അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് അല്ലാഹു ചെയ്ത് എത്ര വലിയ സൗഭാഗ്യമാണ്. സ്വഹാബിയായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ആയിദ് ബിൻ ഉമർ എന്ന് പറയുന്നൊരു സ്വഹാബി, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഉബൈദുല്ലാഹി ബിൻ സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഐബുനൈ, ഈ സ്വഹാബി ആയിദ് ബിൻ ഉമർ എന്നവരെ ഈ ഭരണാധികാരിയോട് ഉബൈദുല്ലാഹി ബിൻ സിയാദിനോട് പറയുന്നു, ഐബുനയ്യ, പൊന്നുമോനെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന ശർറൽ റിആ അൽ ഹത്വമ, ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ അൽ ഹത്വമ, ജനങ്ങളെ അടിച്ചൊതുക്കുന്നവരാണ്. ഫഇയ്യാക അൻ തകൂന മിൻഹും ഉബൈദുല്ലാഹ്, നീ അത്തരം ഭരണാധികാരികളിൽ പെട്ടുപോകരുതേ, ജനങ്ങളെ അടിച്ചമർത്തരുത്. ഇന്ന ശർറർ റിആഇ
ഇലല്ലാഹ് ഇന്ന ശർറർ റിആഇ അൽ ഹതമ. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അഹങ്കാരിയാണ്. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പറഞ്ഞു, ഇജ്ലിസ്, ആയിദ ഇവിടെ ഇരിക്കൂ, ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ അനുയായികളായ സ്വഹാബിമാരിലെ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങൾ എന്ന് ആ സ്വഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോ ആയിദ് ഇബ്നു ഉമർ എന്നവരെ പറഞ്ഞു. ഫഖാല സ്വഹാബി, അവരുടെ മറുപടി വന്നു, വഹൽ കാനത്ത് ലഹും നുഖാല ഇന്നമാ കാനത്തിൻ നുഖാലതു ബഅദഹും വഫീ ഗൈരിഹിം. സ്വഹാബികളിൽ അങ്ങനെ പൊടിയാണ്, അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സ്വഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ? ആ ഒഴിവാക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സ്വഹാബികൾക്ക് ശേഷമല്ലേ വന്നത്, സ്വഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരിൽ ആരെയും ചെറുതായി കാണരുത്, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. സ്വഹാബിയാണോ അവർക്കാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയാം. സ്വഹാബികൾക്ക് ശേഷം വരുന്നവരെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. സ്വഹാബിമാരെ അല്ലാഹു തർളീത്ത് ചൊല്ലി റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഇത് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹസനുൽ ബസ്രി തങ്ങൾ താബിഈയാണല്ലോ. മഹാനവറുകളോട് അവിടുത്തെ താബിഈങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുമായിരുന്നു ഹസനുൽ ബസ്രി തങ്ങളോട്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഹസനുൽ ബസ്രി തങ്ങൾ. അഖ്ബിർനാ അൻ സിഫത്തി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ സ്വഹാബിമാരെ കുറിച്ച് ഹസനുൽ ബസ്രി തങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അവർ ജനിച്ചത് ബസ്രയിലാണ്, ഇറാഖിലാണ്, പക്ഷെ വളർന്നതും പഠിച്ചതൊക്കെ മദീനത്താണ്. അഹ്ലു ബൈത്തിന്റെ കൂടെയാ. സൗജാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ഹസനുൽ ബസ്രി തങ്ങൾ ആധികാരികമായി സ്വഹാബികളെ കുറിച്ച് പറയാൻ അധികാരമുള്ള മഹാന് കൂടിയാണ്. അവർക്കതിന് പരിചയമുണ്ട്, സ്വഹാബിമാരുമായി ഇടപെട്ട് ജീവിച്ച മഹാനാണ്. ഫബക്കാ, സ്വഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ഹസനുൽ ബസ്രിയോട് ചോദിക്കുമ്പോൾ ഫബക്കാ, മഹാനവറുകൾ കരയാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് ഹസനുൽ ബസ്രി തങ്ങൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമാഇ വസ്സംതി വൽഹദി വസ്സുദ്ഖ്. സത്യസന്ധതയും സന്മാർഗവും മാന്യമായ സ്വഭാവവും നന്മയുടെ അടയാളങ്ങളും അള്ളാഹു കാണിച്ചു തന്നവരാണ് സ്വഹാബിമാർ. ഖുശൂനതു മലാബിസിഹിം ബിൽ ഇഖ്തിസാദ്, അവര് വളരെ പരുപരുത്ത വസ്ത്രം ധരിച്ചവരാണ്, ജീവിതത്തിൽ മിതത്വം പാലിച്ചവരാണ്. വമംശാഹും ബിത്തവാദു, വിനയത്തോടെ നടന്നവരാണവർ. വമൻതിഖുഹും ബിൽ അമൽ വമത്അമുഹും വമശ്റബുഹും ബിത്വീബി മിനർ റിസ്ഖ്, ഏറ്റവും നല്ല ഹലാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം കുടിക്കുകയും കഴിക്കുകയും ചെയ്തവർ. കർമ്മങ്ങളെ കൊണ്ട് സംസാരിച്ചവർ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം, അല്ലാഹുവിന് അങ്ങേയറ്റം വിധേയത്വം കാണിച്ചവർ. വസ്തിഖാദതിഹിം ലിൽ ഹഖ് ഫീമാ ഹബ്ബു വകരിഹു, അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിന് ജീവിച്ചവർ. ഇങ്ങനെയാണ് ഹസനുൽ ബസ്രി തങ്ങൾ സ്വഹാബിമാരെ കുറിച്ച് പറയുന്നത്. താബിഈങ്ങളിൽ കറാമത്ത് കാണിച്ച മഹാനായൊരു വലിയുണ്ട്. താബിഈങ്ങൾ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ ആബിദും വലിയുമായ മഹാനുണ്ട്, അബു അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ, മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയണേ മുഅ്മിനെ. സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ ദീനാണ് അവരെ സ്ഥാപിച്ചത്. വമൻ അഹബ്ബ ഉമർ ഫഖദ് ഔളഹ അസ്സബീൽ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടാൽ നേർമാർഗത്തിലാണ് അവർ നിലകൊള്ളുന്നത്. വമൻ അഹബ്ബ ഉസ്മാൻ ഇസ്തനാറ ബിനൂരില്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ അല്ലാഹുവിൻ്റെ പ്രകാശം കിട്ടിയവരാണ്. വമൻ അഹബ്ബ അലിയൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ.
അലി റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുറിയാത്ത കയറ് എന്ന് റബ്ബ് തആല പറഞ്ഞ ദീനിനെയാണ് അവർ മുറുകെ പിടിച്ചത് എന്ന് പറഞ്ഞാൽ സ്വഹാബികളിൽ ആദ്യത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ് ബിഇജ്മാഇൽ ഉമ്മ. അവിടെ വേറെ അഭിപ്രായങ്ങൾ പോലുമില്ല. രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, രണ്ടാമത്തെ മഹത്വമുള്ള മഹാൻ. മൂന്നാമത്തേത് ഉസ്മാൻ തങ്ങൾ. നാലാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും വറിദ്വാനുല്ലാഹി അൻഹും അജ്മഈൻ. ഈ ഒരു ലാഡർ, അങ്ങനെ ഒരു നിരയുണ്ട് സ്വഹാബത്തിന്. അത് കഴിഞ്ഞാൽ അശ്റത്തുൽ മുബശ്ശരീങ്ങൾ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, അസ്വാജു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖാലൽ ഹുസ്നാ ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. അയ്യൂബ് സഖ്തിയാനി എന്ന കറാമത്തുകൾ മക്കയിൽ വെച്ച് കാണിച്ചു കൊടുത്ത മഹാനാണത്. കറാമത്ത് കാണണോ എന്ന് ചോദിച്ചിട്ട് കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ കറാമത്തുണ്ടോ? ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. എന്ന് ഹജ്ജിന് വന്നപ്പോഴേ ഈ പാറയിൽ നിന്ന്, മക്കയിലെ ഒരു പാറ കാണിച്ചിട്ട് ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ദാഹിച്ചു നിൽക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞു, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് തആല കൊടുക്കുന്നൊരു കറാമത്തുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. മുഅ്ജിസത്തൊക്കെ അവർക്കറിയാം. കൂടെ പോയ ചില ആളുകൾക്ക് കറാമത്തിനെ സംശയം ഉണ്ടായിരുന്നു. മക്കയിൽ ആ വലിയൊരു പാറയിൽ ഇങ്ങനെ കൈവച്ച് പിടിച്ചിട്ട് കൈയെടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. മഹാൻ പറഞ്ഞു, കുടിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം എടുത്തു വെച്ചോളൂ. അവർ തോൽപാത്രങ്ങളിൽ വെള്ളമെടുത്തു, അവർ കുടിച്ചു. കുറേ ആൾ ഒതുവെടുത്തു, മതിയല്ലോ. അവിടെ തന്നെ വിരൽ വെച്ചു, ആ വെള്ളം നിലക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മരണശേഷമല്ലാതെ ഇത് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അങ്ങനത്തെ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മാലിക് എന്നവർ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന്. അതിനെ സംബന്ധിച്ച് ഇമാം മാലിക് എന്നവർ തന്നെ പറയുന്നുണ്ട്. മഹാൻ്റെ മുഅത്തയിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനവറുകൾ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്ന കരച്ചിൽ കണ്ടതിന് ശേഷമാണ് അവർ ഹജ്ജിന് വന്നപ്പോൾ, ഹജ്ജതൈൻ കുൻതു അർമുഖുഹു, 2 തവണ ഹജ്ജിന് വന്നപ്പോഴും ഇമാം മാലിക് എന്നവർക്കറിയാം, ഹദീസ് അറിയുന്ന ആളാണ് അയ്യൂബ് സഖ്തിയാനി. പക്ഷേ ഹദീസ് മഹാനിൽ നിന്ന് സ്വീകരിക്കണോ വേണ്ടയോ, അതിന് മഹാനായ മാലിക് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത നിബന്ധന, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഇതാ നോക്കിയത്, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഖൽബിൽ മഹബ്ബത്തുണ്ടെങ്കിൽ അത് വാക്കുകളിൽ വരണം, അത് പ്രവർത്തനങ്ങളിൽ കാണണം. ഫകുല്ലമാ ദുകിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ ഹത്താ അർഹമ. മക്കയിൽ വെച്ച് മസ്ജിദുൻ നബവിയിൽ ഹലഖകൾ ഉണ്ടാകും, ദർസിൻ്റെ ഹലഖകൾ. ആ ഹലഖകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പോയിരിക്കും. വലിയ മഹാനാണ്, വലിയ ആലിമാണ്, അതിനൊന്നും ഒരു അഹങ്കാരം അവർക്കില്ല. അവരെക്കാളും ഇൽമ് കുറഞ്ഞ ആളുകളായിരിക്കും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക, പക്ഷെ അവരുടെ പോയിരിക്കും. അത് നമ്മുടെ ഉസ്താദുമാരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ സദസ്സിൽ വേദിയിൽ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനൊന്നല്ല അവർ വന്നിരിക്കുന്നത്, ഇൽമിൻ്റെ മജ്ലിസിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അറിവുള്ള ആളുകൾ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്നത് ആ മജ്ലിസിൻ്റെ പുണ്യം കിട്ടാനാണ്, അറിവ് പഠിക്കാനാവണമെന്നില്ല. കാരണം അവർക്കറിയുന്ന പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ആ ഒരു അനുഭവം നോക്കൂ. പുണ്യനബി തങ്ങളെക്കുറിച്ച് പറയപ്പെടുമ്പോൾ പൊട്ടി കരയും. ആ കരച്ചിൽ കണ്ടതിന് ശേഷമാണ് ഇമാം മാലിക് എന്നവർ അവരിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തിയത് എന്ന് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയുന്നുണ്ട്. അതാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. മഹാനവർ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാർ വമൻ ഖാലൽ ഹുസ്നാ ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ആരെങ്കിലും കണ്ടാൽ അവർ കപടവിശ്വാസിയല്ല എന്ന് ഉറപ്പിച്ചോളൂ. അവർക്ക് നിഫാഖ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയെ ചെറുതായി കാണുകയോ ഏതെങ്കിലും ഒരു സ്വഹാബിയെ ഇകഴ്ത്തുകയോ അവർക്ക് തെറ്റുപറ്റിയെന്നോ പറയുകയാണെങ്കിൽ ഗൗരവമാണ്, നിഫാഖ് കടന്നുകൂടുമെന്ന് അൽ ആലിമു റബ്ബാനി മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം തുഹാവി തങ്ങളുടെ അഖീദയുണ്ട്, അഖീദത്തുൽ മഷ്ഹൂറ. മഹാനായ ഇമാം തുഹാവി തങ്ങൾ പറയുന്നു, നുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ മുഴുവനും നമ്മൾ സ്നേഹിക്കുകയാണ്. വലാ നുഫർരിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും,
അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു നയമുണ്ട്. ആ നയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുമ്പിലാണ് അലിയാർ തങ്ങളെന്ന് വിശ്വസിക്കുന്നവരാണ് ശിആ വിശ്വാസികൾ. അവർ ബിദ്അത്തും പിഴച്ച വാദക്കാരുമാണെന്ന് ഈ ഉമ്മത്തിൻ്റെ ഇജ്മാഉണ്ട്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട സ്ഥാനം സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കാതെ അത് അലിയാർ തങ്ങൾക്ക് കൊടുത്തത്. വലാ നുഫർരിതു ഫീ ഹബ്ബി അഹദിൻ മിൻഹും വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും വനുബിഗ്ദു മൻ യുബിഗ്ദുഹും വബിഗൈരിൽ ഖൈരി യദ്കുറുഹും. സ്വഹാബിമാരെ പറ്റി ആരാണോ മോശമായി പറയുന്നത്, ആരാണോ സ്വഹാബിമാരോട് ദേഷ്യപ്പെടുന്നത്, അവരോട് നമ്മൾ ദേഷ്യപ്പെടും. വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ, അവരേറ്റവും നല്ലവരാണെന്ന് മാത്രമേ നമ്മൾ പറയൂ. വഹബ്ബുഹും ദീൻ വഈമാനുൻ വഇഹ്സാൻ, സ്വഹാബിമാരെ സ്നേഹിക്കലാണ് ദീന്, അവരെ സ്നേഹിക്കലാണ് ഈമാൻ, അവരെ സ്നേഹിക്കലാണ് ഇഹ്സാൻ. വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖും വതുഗ്യാൻ. അതുകൊണ്ടാണ് ചരിത്രങ്ങളിൽ ചില ചരിത്രങ്ങൾ നമ്മൾ പറയാതെ പോകുന്നത്. സുഫീൻ യുദ്ധത്തിൻ്റെ ചരിത്രമോ ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രമോ യസീദ് ഇബ്നു മുആവിയ അവരുമായി ബന്ധപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, ആ മഹാന്മാരുടെ കർബലായുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബിമാർക്ക് ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരു സ്വഹാബിയോട് ഒരൽപ്പമെങ്കിലും വെറുപ്പ് അവിടെ ഉണ്ടാകുന്ന അവസ്ഥ വന്നു പോകുമോ എന്ന് പേടിക്കുന്നത് കൊണ്ടാണ് ആലിമീങ്ങൾ പോലും അത് പറയുമ്പോൾ ആ ചരിത്രങ്ങൾ സ്പർശിക്കാതെ പോകുന്നത്. എന്തിന്? നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ. ആ വിഷയം അറിയേണ്ട പഠിക്കേണ്ട മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർ ഗുരുനാഥന്മാർ അതർഹിക്കുന്ന വിധം പറഞ്ഞു കൊടുക്കും. എന്നാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ഗൗരവത്തോടെ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് പൊതുജനങ്ങളോട് അത് പറയുന്നവരാരും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയേ സൂചിപ്പിക്കൂ. പൂർണ്ണമായും ആ ചരിത്രം ഒരുപക്ഷെ അതിൽ പോലും കേൾക്കുക സാധ്യമല്ല. എന്നാൽ ആ സ്വഹാബിമാർ അവര് ഇജ്തിഹാദ് ചെയ്തവരാണ്. അവരിൽ ഒരു വിഭാഗത്തിന് ശരി കിട്ടി, വേറൊരു വിഭാഗം ഇജ്തിഹാദ് ചെയ്തു, അവരുടെ ഇജ്തിഹാദ് പിഴച്ചിട്ടുണ്ട്. എന്നാൽ പിഴച്ചവർക്ക് ഒരു കൂലിയും ശരി കിട്ടിയവർക്ക് 2 കൂലിയും. അങ്ങനെയാണ് സ്വഹാബിമാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, മിനസ് സുന്നത്തിൽ വാദിഹ അസ്സാബിതത്തിൽ ബയ്യിന അൽ മഅറൂഫ ദിക്റു മഹാസിനി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. എല്ലാ സ്വഹാബിമാരെ കുറിച്ചും നല്ലത് മാത്രം പറയുക എന്നതാണ് ദീനിൻ്റെ ഏറ്റവും വ്യക്തമായ ശരിയായ സുന്നത്ത്. വൽകഫു അൻ ദിക്രി മാ ശജറ ബൈനഹും, സ്വഹാബിമാർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ പറയാതിരിക്കലാണ് ഈമാൻ. അതാണ് ആ വിഷയം നമ്മൾ നമുക്ക് അറിയേണ്ട വലിയ ഇൽമും അതിലുണ്ടെങ്കിൽ നമ്മൾ പറയണം. പക്ഷേ അതൊരു സംഭവിച്ചു പോയതാണ്. അതിൽ നിന്ന് നമുക്കെന്തെങ്കിലും പാഠമുണ്ടോ അത് ഉൾക്കൊള്ളാം. അതിനപ്പുറം അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ചർച്ച പോലും ചെയ്യരുത് എന്ന് പറഞ്ഞത് ആരാന്നറിയോ? മുജ്തഹിദായ ലഇമ്മത്തിൽ മുജ്തഹിദീങ്ങൾ എന്നപ്പെടുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി.